അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുൻപിൽ വെച്ച് ഇബ്നു മസ്ഊദ് വിളിച്ചു പറഞ്ഞു, മൻകാത്തിഉർ റഹ്മ, ബന്ധം മുറിച്ചവർ, അലോഗ്യത്തിൽ കഴിയുന്നവർ, തമ്മിൽ വേർപ്പെട്ടവർ, മുഖത്തോട് മുഖം നോക്കാത്തവർ, അത്തരത്തിലുള്ള ആളുകൾ ഏത് സദസ്സിൽ പങ്കെടുത്താലും ആ ഒരു വ്യക്തി കാരണം ബാക്കി ഉള്ളവർക്ക് കിട്ടേണ്ടതുകൂടി അള്ളാഹ് നിർത്തലാക്കി കളയും. അല്ലെങ്കിൽ എന്തിന്റെ പേരിലാ മനുഷ്യ നമ്മൾ ഈ പരസ്പരം അഹങ്കാരം നടിക്കുന്നത്? ഒരൽപ്പം വലിയ തറവാട്ടിൽ പറന്നുപോയതുകൊണ്ടോ, ഒരൽപ്പം സമ്പത്തുള്ളവന്റെ കുടുംബത്തിൽ ജനിച്ചു പോയതുകൊണ്ടോ, ഒരൽപ്പം തൊലിവെളുപ്പുണ്ടായതുകൊണ്ടോ? ലോകത്തിന്റെ പ്രവാചകന്റെ കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ തിരുദൂതർക്ക് ഇതിനേക്കാൾ വലിയ യോഗ്യതയും പവറും ഉണ്ടായിട്ടും ഒരൊറ്റ മനുഷ്യനോട് പോലും അള്ളാന്റെ റസൂൽ വേർതിരിവ് കാണിച്ചിട്ടില്ല. പണത്തിന്റെ പേരിലില്ല, തറവാടിത്തത്തിന്റെ പേരിലില്ല. ലോകം കണ്ട സുന്ദരനായ റസൂലുള്ള ഒരു മനുഷ്യനോട് പോലും തൊലിവെളുപ്പിന്റെ പേരിൽ അഹങ്കരിച്ചിട്ടില്ല. അല്ലെങ്കിൽ ആർക്കാ ഈ ദുനിയാവിൽ ഇതൊക്കെ ബാക്കിയാവുന്നത്? പറമ്പായ പറമ്പുകൾ ഏക്കർ കണക്കിന് വാങ്ങിക്കൂട്ടിയ ലോകത്തെ ഏതെങ്കിലും ഒരു പണക്കാരന് 6 അടി മണ്ണല്ലാതെ കബർ നീളത്തിൽ കുഴിക്കാൻ കൽപ്പിക്കാൻ സാധിച്ചിട്ടില്ല. വാങ്ങിക്കൂട്ടിയ ബിൽഡിങ്ങുകൾക്കും അല്ലെങ്കിൽ കൂമ്പാരമായി വെച്ച സമ്പത്തുകളും കണ്ടിട്ട് ലോകത്തിന്നേ വരെ ഒരു വാപ്പാക്കും തന്റെ ഖബറിനെ ഏസിയാക്കാൻ സാധിച്ചിട്ടില്ല. പിന്നെന്ത് കണ്ടിട്ടാ മനുഷ്യ നീ അഹങ്കരിക്കുന്നത്, നീ വേർതിരിവ് കാണിക്കുന്നത്? തറവാടാണോ നിന്റെ പ്രശ്നം? വലിയ വാപ്പാന്റെ മക്കളായി പിറന്നുപോയതാണോ നിന്റെ വിഷയം? അള്ളാഹ് തീരുമാനിച്ചിരുന്നുവെങ്കിൽ പാതയോര വക്കുകളിൽ കുടിലുകൾ കെട്ടി കൽപ്പണിയെടുക്കുന്ന ഒരണ്ണാച്ചിന്റെ മക്കളാകുമായിരുന്നു നിങ്ങൾ. അള്ളാഹ് കാണിച്ച ഔദാര്യമാ ആ വാപ്പാന്റെ മക്കളായി പറക്കാൻ കിട്ടിയ ഭാഗ്യം. അത് കിട്ടിയപ്പോ എനക്ക് പാവപ്പെട്ടവരെ കണ്ണിൽ പിടിക്കുന്നല്ലേ? അത് കിട്ടിയപ്പോ താഴ്ന്ന തറവാട്ടുകാരനെ എനക്ക് പോരിശ തോന്നുന്നില്ല അല്ലേ? ഇനി തൊലിവെളുപ്പാണോ നിന്റെ അഹങ്കാരം? മരിച്ച മണ്ണോട് ചേർന്ന് 3 വെള്ളപ്പടവയിൽ പൊതിഞ്ഞ് 6 അടി മണ്ണിലേക്ക് ചേർത്ത് വെക്കുമ്പോ നീ നഗ്നനാടടോ. ആ വെള്ളപ്പടവയിൽ ഈ ജന്തുക്കളും ചെറുപ്രാണികളും കടിച്ചു തൂങ്ങി മണ്ണോടത് ചേർത്ത് പോകുമ്പോ നിന്റെ ശരീരത്തിൽ നിന്ന് തന്നെ നിന്നെ തിന്നാനുള്ള പുഴുക്കളുണ്ടാകും. നിന്റെ ശരീരത്തിൽ നിന്ന് തന്നെ നിന്നെ നശിപ്പിക്കാനുള്ള ജന്തുക്കൾ ഉണ്ടാകും. പിന്നെ ആ ശരീരത്തിന് വേണ്ടിയാണോ നീ അഹങ്കരിക്കുന്നത്? ഒരു കാലഘട്ടത്തിൽ ഒരുത്തനോട് പോലും ആ വേർതിരിവ് അള്ളാന്റെ പ്രവാചകൻ കാണിച്ചിട്ടില്ല.